അതായത് ഇപ്പോഴത്തെ ഒരു പൊതു അവസ്ഥ, ഓരോ ദിവസവും നുണകൾ വരിക, എന്തുകൊണ്ട് ഇത് നുണയാവുന്നു, എന്താണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്ന നിലയിലേക്ക് ഒരു വിഭാഗം മാധ്യമപ്രവർത്തനം, പൂർണ്ണമായും ഞാൻ പറയില്ല, ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരുടെയോ മാധ്യമങ്ങളുടെയോ ജീവിതവും ശൈലിയും പ്രവർത്തനവും മാറിപ്പോയ, അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കേണ്ട ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നുണകളിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതാണ് യഥാർത്ഥ കേരളം, അല്ലെങ്കിൽ ഇതാണ് കേരളം എന്ന രീതിയിലേക്ക് ആളുകളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുകയാണ്. ആ വലിയ പരിശ്രമം നടക്കുന്ന ഒരു കാലത്താണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള അതുല്യരായിട്ടുള്ള മനുഷ്യരുടെ, പോരാളികളുടെ, അവരുടെ കലാജീവിതം എന്ന് പറയുന്നത് അവർക്കൊരു സമര ജീവിതമായിരുന്നു. ആ കാലത്തിന്റെ സമരത്തെയും ജീവിതത്തെയുമാണ് അവർ അവരുടെ കലയിലൂടെ പ്രകാശിപ്പിച്ചത്. അപ്പൊ അവരുടെ ആ ജീവിതം യഥാർത്ഥത്തിൽ കടന്നു വരുന്ന പുതിയ കാലത്ത് പുതിയ വെല്ലുവിളികളെ നേരിടാൻ ആ കാലത്തെ കലാകാരന്മാർക്ക്, എല്ലാ തരത്തിലും സമൂഹത്തിൽ ഇടപെടുന്നവർക്ക്, പൊതുപ്രവർത്തനത്തിൽ ഇടപെടുന്നവർക്ക് ഇവരുടെയൊക്കെ ഈ ത്യാഗപൂർണമായ ജീവിതത്തിന്റെ സംഭാവനകൾ, കലാമൂല്യം, അത് കൂടുതൽ ആവേശകരമായി പുതിയ കാലത്തെ പ്രശ്നങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ, പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ, പുതിയ കാലത്ത് പുതിയ തലമുറയോട് സംസാരിക്കാനുള്ള ഏറ്റവും ശക്തമായ അടിത്തറയായി മാറേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ നമുക്കെല്ലാം നമ്മുടെയൊക്കെ ഉള്ളിൽ ഏറിയും കുറഞ്ഞും അളവിൽ ഇവരെല്ലാവരും വലിയ തോതിലുണ്ട്. അപ്പോ അത് നമ്മൾ ഓർത്തെടുക്കുന്നത് അതുകൊണ്ടാണ്, അതേക്കുറിച്ച് സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീടുകളിലേക്ക്, പുതിയ തലമുറകളിലേക്ക് ഒക്കെ ഇവരൊക്കെ എത്തേണ്ടതുണ്ട്. ഇവരുടെ സാഹിത്യം എത്തേണ്ടതുണ്ട്, ഇവരുടെ നാടകം എത്തേണ്ടതുണ്ട്. കാരണം ഞങ്ങൾക്ക് വലിയ പനി കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ദിവസത്തിലധികം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ശ്വാസമുട്ടുണ്ട്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം. ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് വളരെ യാദൃച്ഛികമാണ്. പക്ഷേ അങ്ങനെ എത്തുമ്പോഴാണ് ഏറ്റവും ഗംഭീരമായ നിലയിൽ ആലപ്പുഴയിൽ നിന്ന് വന്ന ഞാൻ തോപ്പിൽ ഭാസിയെ ഇങ്ങനെ കോഴിക്കോട്, ഈ പാലക്കാട് ഇത്ര ഗംഭീരമായ ആളുകൾ അതിന്റെ ഓരോ അടരിലും നിന്ന് ഇങ്ങനെ ഓർത്തെടുത്ത് സംസാരിച്ച് അതിലേറ്റവും യോഗ്യരായ ആളുകൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ ഈ യാദൃച്ഛികമായ അജയൻ സാറിന്റെ ഈ വിളിയിലൂടെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് സാധിച്ചു. പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തതുമല്ല. ഒരിക്കൽ ഇതുപോലൊരു വാർത്താ പരിപാടിയുമായി സഞ്ചരിച്ച് കാസർഗോഡ് തൃക്കരിപ്പൂരെത്തുമ്പോൾ രാത്രി ഒരു 8-8:45 സമയമായി. അപ്പോൾ അവിടുത്തെ ഒരു നാടകോത്സവമുണ്ട്, എല്ലാ വർഷവും നടക്കുന്ന, വളരെ കാര്യമായി നടക്കുന്ന നാടകോത്സവമാണ്. അതിലൊന്ന് പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് ഞാൻ അവിടെ ചിലപ്പോൾ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. കാരണം കുട്ടികളും സ്ത്രീകളും എല്ലാവരും അടക്കം നാടകം കാണുകയാണ്. പതിവില്ലാത്ത വിധം ആ സമയത്ത് ഞങ്ങളിങ്ങനെ ചെന്നതുകൊണ്ട് ആ നാടകത്തിന്റെ ഇന്റർവെല്ലിലാണ് ഒരു 5 മിനിറ്റ്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമാണ് എത്രയും വേഗം ഇത് അവസാനിപ്പിച്ച് നാടകത്തിലേക്ക് ഇവരെ തിരികെ അയക്കുക എന്നുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ NN പിള്ള നാടകോത്സവമാണ് തൃക്കരിപ്പൂർ. അത് എല്ലാ വർഷവും വളരെ ഗംഭീരമായി നടത്തിപ്പോരുന്ന ഒന്നാണ്. അപ്പോൾ അവിടെ സംസാരിക്കാൻ പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഒരിക്കൽ NN പിള്ള നാടകം അവതരിപ്പിച്ച് ഇങ്ങനെ വരുമ്പോൾ കുട്ടനാടിന്റെ ഏതോ ഒരു ഭാഗത്ത് എത്തുമ്പോൾ NN പിള്ളയെ കാണാൻ വേണ്ടി തകഴി ശിവശങ്കര പിള്ള എത്തുകയാണ്. അന്നെങ്ങനെയാ വെച്ചാൽ ഈ പാ വിരിച്ചിട്ടാണ് എല്ലാവരും ഇരുന്ന് നാടകത്തിൽ ഒരുങ്ങുന്നത്. അപ്പോൾ ഒരുങ്ങുമ്പോൾ ആ പായിൽ ഇരിക്കുന്ന NN പിള്ളയെ കണ്ടിട്ട് തകഴി ശിവശങ്കര പിള്ള ആ പായിലേക്ക് വീഴുകയാണ്. വീഴുക എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടർ കോമയാണ്. അപ്പോൾ എന്നിട്ട് പറയാണ്, എന്നാലും പിന്നെ എനിക്ക് നിന്നെ പോലെ ലോകപരിചയമില്ലല്ലോ എന്നാണ് തകഴി ശിവശങ്കര പിള്ള NN പിള്ളയെ കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്നത്. കാരണം ലോകം സഞ്ചരിച്ച, ലോകം കണ്ട NN പിള്ള നാടകത്തിലൂടെ പ്രദാനം ചെയ്ത ഒരു ജീവിതത്തെയും സാമൂഹ്യക്രമത്തെയും വായിച്ച് അത്രമേൽ അത്ഭുതപരതന്ത്രനായി, അല്ലെങ്കിൽ അതിൽ അസ്വസ്ഥപ്പെടുകയോ അസൂയപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ആളാരാണ്? കുട്ടനാടിന്റെ ഇതിഹാസകാരനായിട്ടുള്ള തകഴിയാണ്. ആ തകഴിച്ചേട്ടൻ എൻ്റെ വളരെ ചെറിയ കാലത്തെ, സ്കൂൾ കാലത്തെ ആരോഗ്യത്തോടെ നിൽക്കുന്ന തകഴിച്ചേട്ടൻ്റെ ഒരു ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു തകഴിച്ചേട്ടൻ്റെ അവസാനത്തെ ഇന്റർവ്യൂ എൻ്റെ മാധ്യമ ജീവിതത്തിന്റെ തുടക്ക സമയത്ത് ചെയ്യാനുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ MT സാറിനെയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു സമയമാണ്. MT സാർ തകഴി ചേട്ടനും, ഞങ്ങള് പ്രായഭേദമന്യേ ആലപ്പുഴക്കാരൊക്കെ അദ്ദേഹത്തെ തകഴി ചേട്ടൻ എന്നാണ് വിളിക്കുക. അപ്പോൾ കൊച്ചുകുട്ടിക്കും തകഴി ചേട്ടനാണ് ആ കാലത്ത്. അപ്പോൾ MT സാറ് അങ്ങനെ ആ ശങ്കരമംഗലത്ത് വന്ന് തകഴിച്ചേട്ടന് മുമ്പിൽ, വാസു എന്ന വിളിക്ക് മുമ്പിൽ ഇങ്ങനെ കൊച്ചുകുട്ടിയെ പോലെ നിൽക്കുന്നത് ഞാൻ എൻ്റെ സ്കൂൾ കാലത്തിന്റെ ആദ്യകാലങ്ങളിൽ നല്ല ഓർമ്മയോടെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം
കഥാകൃത്ത് കൂടിയായിട്ടുള്ള എബ്രഹാം മാത്യുവിനോട് തഴിച്ചേട്ടനെ കുറിച്ച് ഇങ്ങനെ കോട്ടൊക്കെ ഇട്ട് തോളത്ത് വക്കീൽ കുപ്പായം ഇട്ട് അമ്പലപ്പുഴ ജംഗ്ഷനിൽ കണ്ട കാര്യം പറയുമ്പോൾ അത്ഭുതത്തോടെ പുള്ളി സംസാരിച്ചിട്ടുണ്ട്. പറയുമ്പോഴാണ് ചിലത് നമ്മളങ്ങനെ ഓർത്തെടുക്കുക. അത് പറയാൻ ഒരു കാര്യം കരിവള്ളൂർ മുരളി വിളിച്ചിരുന്ന അദ്ദേഹം പറഞ്ഞ എസ് എൽ പുരത്തെ കുറിച്ചുള്ള കാര്യമാണ്. നേരെ ചേർത്തല തലൂപ്പിൽ ചെന്നാൽ എസ് എൽ പുരം അതുല്യനായ മറ്റൊരു കലാകാരനാണ്, എഴുത്തുകാരൻ. എത്ര തീവ്രവും ശക്തവുമായ ഇടപെടലാണ്. കാട്ടുകുതിര നമ്മൾ പറയാതെ പോയ ഒന്നാണ്. അവിടെ നിന്ന് നേരെ ഓണാട്ടുകരയിലേക്ക് ചെല്ലുമ്പോഴാണ് ഇതാ നിൽക്കുകയാണ് തോപ്പിൽ ഭാസി, കമ്പിശ്ശേരി, എത്രയോ ആളുകൾ, ജനാർദ്ദനക്കുറുപ്പ്. എഴുത്തു മാത്രമല്ല, എഴുത്തും സംഘാടനവും ഒരു നാടിന്റെ പോരാട്ടത്തെ ഇങ്ങനെ ഏറ്റെടുത്ത ഒരു മനുഷ്യരാണ്. അപ്പോൾ ONV സാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ദേവരാജൻ മാസ്റ്ററുണ്ട്, ഓമാധവനുണ്ട്. അവിടെ നിന്നൊക്കെ വന്നിട്ടുള്ള നാടകത്തിന്റെ ഒരു വലിയ ഒരു പോരാട്ടം. അതുകൊണ്ടാണ് ONV സാർ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെതായ ഒരു അനുഭവത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ തൊട്ടാശ്ശേരിയിലെ 52 ഡിസംബർ 6 ആദ്യ നാടക സമയത്ത് ആക്രമിക്കാനും കൊട്ടക പൊളിക്കാനും എത്തിയവര് പോലും ഇരുന്ന് കണ്ടുപോയി എന്ന് പറയുന്ന ഒരു അനുഭവം. ഒരു കാലത്തിന്റെ ഒരു ആ ജീവിതമാണ്, ആ കാലത്തിന്റെ ജീവിതത്തെയാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് വെച്ചത്. അതിനെയാണ് ആനന്ദും എഴുതിയത്. ആനന്ദും പറഞ്ഞിട്ടുള്ളത് ആ കാലത്തെ തോപ്പിൽ ഭാസി നാടകങ്ങൾ, KPSC നാടകങ്ങൾ, കേരളത്തിന്റെ നാടക പ്രസ്ഥാനം, നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു നാടിന്റെ ജീവിതമാണ്. ഈ രാത്രിയുടെ വെട്ടത്തിൽ ഇങ്ങനെ അവനവൻ സ്വയം കണ്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിന് നിലനിൽപ്പുള്ളത്. നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് ചോദിച്ച് നാടകം എഴുതിയ ആളെയോ ആ നാടകത്തെ നമ്മൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇന്നും തലമുറകൾ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. അശ്വമേധം, സർവേക്കല്ല്, അതുപോലെ തന്നെ പാട്ട് ബാക്കി, KT-യുടെ നാടകങ്ങൾ, നമ്മൾ പറഞ്ഞ PJ-യുടെ നാടകങ്ങൾ എല്ലാം നമ്മൾ ഓർക്കുന്നു. VT-യുടെ നാടകങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പ്രതിനാടകങ്ങളും മറ്റുമൊക്കെ സൃഷ്ടിച്ച് ഇതിനെ അപകീർത്തിപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങളൊക്കെ അതിജീവിച്ച ഒരു നാടാണ്. പക്ഷെ ആ നാട് ഇന്ന് നേരിടുന്ന പുതിയ വെല്ലുവിളികളെ ഇവരുടെയൊക്കെ സ്മരണകളാൽ, ഇവരുടെയൊക്കെ അനുഭവ പാരമ്പര്യത്താൽ നിന്ന് പ്രതിരോധിക്കേണ്ട ഒരു തലമുറയുടെ വക്താക്കളാണ് നമ്മൾ. ആ നിലയിലുള്ള ഉത്തരവാദിത്വം സ്വയം ഓർത്തും എല്ലാവരെയും ഓർമ്മിപ്പിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.